ഇന്ന് ഞാൻ പുല്ല് പറിക്കാൻ പോയപ്പോഴാണ് വീട് ഇടിഞ്ഞ് വീഴുന്നത്. ആളില്ലായിരുന്നു. ആളുണ്ടായിരുന്നെങ്കിൽ ചത്തുപോകുമായിരുന്നു. രാഹുൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ഒരു വീടിന്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞു പോയതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭാഗ്യം കൊണ്ടാണ് എന്ന് തന്നെ വീട്ടുകാരും കൂടി മനസ്സിലാക്കുന്നു. രാഹുൽ, കേൾക്കാമോ? മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കേൾക്കാം. അതേ മാധു, ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. കാരണം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. ഏതാണ്ട് നെയ്യാറ്റിങ്കര ഭാഗങ്ങൾ, പിന്നീട് മലയോര ഭാഗങ്ങൾ, അത്തരത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം നഗരപ്രദേശങ്ങളിൽ നിന്ന് വ്യത്യാസമായി വലിയ മഴ രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ വലിയ മഴയ്ക്കൊപ്പം കാറ്റുകൂടി വന്നതാണ് നെയ്യാറ്റിൻകരയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത്. ആ വീട് പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥ കാണുമ്പോൾ എത്രമാത്രം ശക്തമായി മഴയും കാറ്റും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, കാറ്റിൻ്റെ ആ ഒരു വ്യാപ്തി എത്രമാത്രമായിരുന്നു എന്നറിയാനാണ് നമുക്ക് ബാക്കി ദൃശ്യങ്ങൾ, നെയ്യാറ്റിൻകരയിലെ ബാക്കി ദൃശ്യങ്ങൾ നമ്മോട് പറഞ്ഞത്. കാരണം റബ്ബർ മരങ്ങൾ കടപുഴകി വീഴുന്നു, അത് ലൈൻ കമ്പിക്ക് മുകളിലേക്കാണ് വീഴുന്നത്. അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ നെയ്യാറ്റിൻകരയിൽ വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുന്നു. ഈ രണ്ട് സംഭവങ്ങളും നെയ്യാറ്റിൻകര പ്രദേശത്ത് എത്രമാത്രം വലിയ വ്യാപകമായ മഴയും കാറ്റും ഉണ്ടായെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മലയോര മേഖലയിൽ രാവിലെ മുതൽ മഴ തുടരുകയാണ്. നിലവിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും ഇത്തരത്തിൽ മഴ തുടരുകയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ സ്ഥിതി വ്യത്യാസമാണ്. നിലവിൽ ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നുണ്ട്. ഇടവിട്ട് ശക്തമായി മാത്രമാണ് നഗരപ്രദേശങ്ങളിൽ മഴ പെയ്യുന്നത്. നിലവിൽ തീരപ്രദേശത്ത് വലിയ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. കാരണം തിരമാലകളുടെ വേഗത കൂടാൻ സാധ്യതയുണ്ട്. കാറ്റ് അത്രമാത്രം രൂക്ഷമായി വീശാനുള്ള സാധ്യതയാണുള്ളത്. നെയ്യാറ്റിൻകരയിൽ നമ്മളത് കണ്ടതാണ്. അത്തരത്തിൽ കാറ്റുമായി ബന്ധപ്പെട്ട് നിർദ്ദേശമുണ്ട്. എന്നാൽ മഴ നഗരപ്രദേശത്തെ വലുതായി ബാധിക്കുന്നില്ല. എന്നാൽ മലയോര പ്രദേശത്ത് മഴ തുടരുകയാണ്. അതോടൊപ്പം നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഴ വ്യാപകമായ നാശം വിതയ്ക്കുന്നുണ്ട്. മാധു. രാഹുൽ ജി നാഥാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.